നമ്മൾ പോയി കണ്ട ആ ചെറിയ പള്ളിയുടെ മുൻവശമാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം 15ഓളം പേര് ശ്രമിച്ച 65 ദിവസം കൊണ്ട് പണിതെടുത്തൊരു ചെറിയ പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ മതവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുന്ന നല്ലൊരു ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഇത് വരുന്ന, അതായത് ഈ പള്ളി ഇരിക്കുന്നത് 22 അടി താഴ്ചയിലാണ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാം, ഈ മണ്ണ് നല്ല നിരപ്പാണ്. ഇതിന്റെ അടിയിലാണ് ഈ ഒരു സംഭവം. ഏറ്റവും ചെറിയ പള്ളിയിലാണ് നമ്മൾ ഇന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് ശരിക്കും ഭൂമിയുടെ അടിയിലാണ്. ഏകദേശം 80 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള 10 പേർക്ക് നിസ്കരിക്കാവുന്ന, എല്ലാ മതവിഭാഗക്കാർക്കും വന്ന് കാണാവുന്ന ഒരു ചെറിയ പള്ളിയിലാണ് ഇന്നുമ്പോൾ. ശരിക്കും നിങ്ങൾക്ക് കണ്ടറിയാം, ചുറ്റും തുരങ്കവും കാര്യങ്ങളും. അതായത് 15 പേര് തുരന്നെടുത്ത ഒരു ചെറിയൊരു പള്ളി. ഇതുപോലെ 9 സ്ഥലങ്ങൾ, മുറാക്കബ അല്ലെങ്കിൽ ധ്യാനത്തിന് വന്നിരിക്കാൻ പറ്റിയ 9 സ്ഥലങ്ങൾ ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകാന്തമായിട്ട് ഇരിക്കാനും, പിന്നെ ചെറിയൊരു റൂം, അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അവശതയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടി പാകത്തിനുള്ള ചെറിയൊരു റൂം ഉൾപ്പെടെയുള്ള ഒരു ധ്യാന പീഠം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ്. അത് ഒരു സൈഡിലെ എൻഡാണ്. മറ്റേ സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയാണ്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടില്ല, നല്ല തണുപ്പാണ്. നല്ല മട്ടിക്കല്ലാണ്, പക്ഷെ നല്ല തണുപ്പായിട്ട് സുഖമായിട്ടിരിക്കുക. ഒരു തുള്ളി ചൂടില്ല എന്നുള്ളതാണ്. ഒരു ഫാനിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തെ 2-3 വഴികളാണ്. ഇപ്പോൾ അവിടെ നിന്നൊരു വഴി കണ്ടു, പിന്നെ അവിടെ നിന്ന് ക്രോസ് ചെയ്തത് പള്ളിയിലേക്ക് പോണ വഴിയാണിത്. ഈ തുരങ്കത്തിൻ്റെ മറ്റൊരു എൻഡാണ് ഇത്. ഇതിൻ്റെ എൻഡിലാണ് ഈ പള്ളി വരുന്നത്. നേരെ പള്ളിയിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 80 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. 10 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. പാലം പണിയണ കമ്പികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പെടുത്തേക്കണം. വേറൊന്നുമല്ല, ഇതിൻ്റെ മുകളിലൊക്കെ ആന വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്ര സ്ട്രോങ് കമ്പിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത്. പിന്നെ ടൈലും പെയിൻറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടോ പള്ളിയുടെ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ ആ പള്ളിയുടെ മുമ്പിലുമായിട്ടും ഇത് ഉണ്ടാക്കിയവരുടെ പേര് ഉൾപ്പെടെ, അതായത് ഏകദേശം 15ഓളം പേര് 60-65 ദിവസം കൊണ്ടാണ് ഈ തുരങ്കം ഫുള്ള് ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വഴി 2ആയിട്ട് പിരിയാണ്. തുരങ്കം 2ആയിട്ട് പിരിഞ്ഞ് ഒരു വഴി ധ്യാനപീഠത്തിലേക്കുള്ള തുരങ്കവും മറ്റത് നമ്മുടെ പള്ളിയിലേക്കുള്ള തുരങ്കമാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ഉള്ളിൽ പോയി കണ്ട പള്ളിയുടെ മുൻവശം. ഇതിൻ്റെ അടിയിലേക്ക് മണ്ണിലേക്ക് തുറന്നാണ് നേരെ നമുക്ക് പോയി കണ്ട സ്ഥലങ്ങൾ, പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇത് നമ്മൾ ഈ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യാൻ പാകത്തിനൊരു നല്ലൊരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും വന്ന് ഇത് കാണാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും ചെറിയ പള്ളി നിങ്ങൾ വന്ന് കാണണം. ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മൾ മൂന്നാറിന് യാത്ര ചെയ്യുമ്പോൾ തലക്കോട്